ഇന്ത്യയിലെ ഫസ്റ്റ് ഫേസ് ലിഫ്റ്റഡ് LC300ൻ്റെ ലോഞ്ച് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് എൻക്വയറീസും ഒരുപാട് ന്യൂസ് കവറേജസ് ഓൺ റോഡ് ബോഡി ഷോപ്പിന് കിട്ടിയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് വന്നതിൽ ഒരു എൻക്വയറിയാണ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ സെയിം LC300ലേക്ക് കൺവേർഷനിലേക്ക് വന്നേക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഓൺ റോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2012 മോഡൽ ലാൻഡ് ക്രൂസറാണ്. ഇത് തൃശ്ശൂർ നിന്നാണ് വന്നേക്കുന്നത്. ഇത് LC300ലേക്ക് കൺവേർട്ട് ചെയ്യാനും ഫുൾ ബോഡി പെയിൻറ്റിങ്ങിനാണ് വന്നേക്കുന്നത്. സോ ഇതിൽ വരുന്ന ചേഞ്ചസ്, ഹുഡ് മാറുന്നുണ്ട്, ഗ്രില്ല് മാറുന്നുണ്ട്, ബമ്പർ മാറുന്നുണ്ട്, ഹെഡ്ലൈറ്റ് മാറുന്നുണ്ട് ആൻഡ് ഫോഗ് ലാംപ്സ് മാറുന്നുണ്ട്. ആൻഡ് ഇതിൽ ഫുൾ ബോഡി കളർ വരുന്നത്, ഇതിപ്പോൾ വൈറ്റാണ്, നമ്മൾ ലെക്സസിൻ്റെ പേൾ വൈറ്റിലേക്കാണ് ഇത് ഫുൾ ബോഡി കളർ മാറ്റുന്നത്. ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അത് ലേറ്റസ്റ്റ് ടെസ്ല മോഡലിലേക്ക് നമ്മൾ മാറ്റുകയാണ്. പിന്നെ സിൽവർ കളർ വരുന്ന ഏരിയാസൊക്കെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കൊടുക്കുന്നുണ്ട്. വുഡൻ പാനൽ എല്ലാം നമ്മൾ വേറൊരു പാറ്റേണിലേക്ക് മാറ്റുകയാണ്. ഇത്രയും ചേഞ്ചസ് ആണ് ഇൻറ്റീരിയറിൽ വരുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ LC300ൽ ചെയ്ത പോലെ തന്നെ സൈഡിൽ ആ ഒരു പ്രൊഫൈലിംഗ് വരുന്നുണ്ട്. സോ നമ്മുടെ ടെക്നീഷ്യൻസ് അത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അലോയ്സിൽ കളർ മാറ്റുന്നുണ്ട്. ബാക്കിൽ വരുമ്പോഴത്തേക്കും ഡിക്കി, ടെയിൽ ലാമ്പും ബമ്പറുമാണ് റീപ്ലേസ്മെൻറ്റ് വരുന്നത്. സോ നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം.
അപ്പോൾ ഇതാണ് നമ്മുടെ LC300ൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ പ്രീവിയസ് ആയിട്ട് ഇന്ത്യയിലെ ആദ്യമായിട്ട് LC300 ഫേസ് ലിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി ഫേസ് ലിഫ്റ്റ് ചെയ്ത ഒരു വെഹിക്കിളായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2010 മോഡല് വീണ്ടും 18ലേക്ക് 2020ലേക്ക് ആക്കിയിട്ട് അത് LC300ലേക്ക് കൺവേർട്ട് ചെയ്തായിരുന്നു. ഇത് മറിച്ച് 2012 മോഡലല്ലേ, 12 മോഡൽ നമ്മൾ ഈ 2022ലേക്ക് ആക്കുമ്പോൾ എൻ്റയർ ആയിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അതെ, കഴിഞ്ഞ നമ്മളെ വീഡിയോയിലും ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് വലിയ ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല എന്ന്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അലോയ് വീൽസ് മാത്രം നമുക്ക് കസ്റ്റമറിൻ്റെ കംഫർട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അലോയ് വീൽസ് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അലോയ് വീൽസ് കറൻറ്റ്ലി നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ കസ്റ്റമറിന് ആ ഒരു 18 ഇഞ്ച് ഈ ഒരു കംഫർട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. സോ ബാക്കി ഭാഗങ്ങൾ പറയുമ്പോൾ ബാക്കി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓഡിയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നോർമലി വരുന്ന പോലെ തന്നെ നമ്മുടെ LCൻ്റെ ബിഫോർ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഹുഡ് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫെൻഡേഴ്സ്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയി വരുന്നത്. ആ ഒരു ഐസ് ക്യൂബ് ടൈപ്പ് വരുന്ന ആ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മാത്രമല്ല ഈ ഒരു വെഹിക്കിൾ നമ്മൾ 360 ക്യാമറ, ഇൻറ്റീരിയർ, അതുപോലെ തന്നെ സ്റ്റാറിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ പാനൽസ് കംപ്ലീറ്റ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ വീണ്ടും പറയുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന വ്യത്യാസങ്ങൾ ഹുഡ്, ബമ്പർ, ഹെഡ്ലൈറ്റ്, അതുപോലെ ഗ്രില്ല് മാറിയിട്ട് ഫെൻഡേഴ്സ് മാറി, ഒരു എൻ്റയർ പോർഷൻസ് കംപ്ലീറ്റ് മാറി. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ, ലാസ്റ്റ് വർക്ക് ചെയ്തപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തു. ഈ ഒരു ഗ്രൂവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്, ഡോർസിൻ്റെ ഗ്രൂവും കാര്യങ്ങളൊക്കെ, അതിനാണ് ഏറ്റവും ഒരു ചലഞ്ചിങ് ജോബ് എന്ന് പറയുന്നത്. ആരും അങ്ങനെ ഒരു കൈവെക്കാത്തൊരു മേഖലയാണ് ഈ ഒരു സൈഡ് ബോഡി പ്രൊഫൈലൊക്കെ ആ ഗ്രൂവും കാര്യങ്ങളൊക്കെ നന്നാക്കുക എന്നുള്ളത്. സോ അതും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വെഹിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക് വീഡിയോയിൽ. അപ്പോൾ പിന്നെ വരുമ്പം റിയർ പോർഷൻസ് നമ്മുടെ LC300 വരുമ്പോൾ ആൾക്കാർക്ക് പല ലാൻഡ് ക്രൂസേഴ്സ് ഫാൻസിനുള്ളായിരുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത് ആ ഒരു സ്പ്ലിറ്റ് ഡോർ ചേഞ്ച് വന്നു, ഒരു സിംഗിൾ ഡോർ ആയി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് ലുക്ക് വൈസിൽ ആ ഒരു സിംഗിൾ ഡോറായിട്ട് ആ ഫിനിഷിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇത് ആ ഒരു സ്പ്ലിറ്റ് ഡോർ തന്നെയാണ്. അപ്പോൾ പിന്നെ ലാൻഡ് ക്രൂസറിൻ്റെ ആ ഒരു ബാഡ്ജിങ് LC300 വരുന്ന ഒരു ബാഡ്ജിങ് പക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ചേഞ്ചസ്, റിയർ ബമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്, അതുപോലെ ടെയിൽ ലാംപ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ബാക്ക് സൈഡ് ഈ ഒരു പോർഷൻസ് ഒക്കെ ആ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത്രയാണ് എക്സ്റ്റീരിയറിലുള്ള കാര്യമായിട്ടുള്ള ചേഞ്ചസ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഫുൾ ബോഡി പെയിൻറ്റ് ചെയ്താണ്. ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ലുക്ക് എന്തായാലും കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. സോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു പെയിൻറ്റ് വർക്കിന് നമ്മൾ 5 ഇയർ വാറണ്ടി ഉണ്ട്, 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പെയിൻറ്റ് വർക്കിന്. ഓൺ റോഡ് ചെയ്യുന്ന LC300 എന്നല്ല, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ഏതൊരു വെഹിക്കിളും 5 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. സോ ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. നമ്മുടെ ഇൻറ്റീരിയൽസിനെ പറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഈ ഒരു സ്മാർട്ട് കീ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കാരണം BMW ലേറ്റസ്റ്റ് 7 സീരീസിലൊക്കെ കാണാവുന്ന ഒരു കീ ആണ്. അതും കംപ്ലീറ്റ് സ്മാർട്ടാക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ കാര്യമായിട്ട് ഒരു അട്രാക്ഷൻ ഈ സ്റ്റാരിംഗ് വീൽ തന്നെയാണ്. സ്റ്റാരിംഗ് വീൽ LC300 GR സ്പോർട്ട് എഡിഷനിലൊക്കെ വരുന്ന ഒരു GRൻ്റെ ബാഡ്ജിങ് ഒക്കെ ഇവിടെ കാണാം. അതുപോലെ കാർബൺ ഫൈബറിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ സ്റ്റാരിങ്ങിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാരിംഗ് വീൽ തന്നെയാണ്. പിന്നെ മേജറായിട്ട് ഈ ഒരു ടെസ്ല സ്ക്രീൻ കാര്യങ്ങളൊക്കെ, AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ സ്ക്രീനിലായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൺട്രോൾ പാനൽസ് കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നോർമലി നമുക്ക് ബിഫോർ വീഡിയോയിൽ ആ ഒരു ക്ലിപ്സോടെ കാണിക്കാം, ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന്. പിന്നീട് കാര്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു പാനൽസ് അല്ലേ, പാനൽ ഹൈഡ്രോ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഏരിയ ഡോർ പാഡ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീൻ പാസഞ്ചർക്കുള്ള ആ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒരു വണ്ടി ഇപ്പം പുറത്തുനിന്ന് മാത്രമല്ല ഇൻറ്റീരിയറിൽ കയറിയാലും കംപ്ലീറ്റ് ഒരു പുതിയ ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. കസ്റ്റമർ അങ്ങനെയാണ് നമ്മളോട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സാറിന് അറിയാൻ പറ്റും നമ്മുടെ LC200 2008 നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഓൺ ഗോയിങ് പ്രൊജക്റ്റ് ഉണ്ട്. അത് കസ്റ്റമർ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ക്ലാസിക് ആയിട്ട് ആ സ്റ്റോക്കിൽ എങ്ങനെയാണോ കസ്റ്റമർക്ക് വേണ്ടത്, അതെ, അത് ഓൾറെഡി ടെസ്ല സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ള വെഹിക്കിളാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സ്റ്റോക്ക് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ആ ഒരു വെഹിക്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. അത് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് അല്ലേ. അപ്പോൾ അത്രയും ചേഞ്ചസ് ആണ് ഇന്റീരിയർ കാര്യമായിട്ട് വന്നിട്ടുള്ളത്. അതൊരു മേജർ ചേഞ്ച് തന്നെയാണ്. അതെ അതെ, വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയം ആ ഫീല് എക്സ്റ്റീരിയറിലെ പോലെ തന്നെ ഇന്റീരിയറിലും ഉണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ LC300 കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇന്റീരിയറിൽ വരുമ്പോഴും LC300 തന്നെയാണ് എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു പാനൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു LC300 വീണ്ടും നമ്മുടെ ലാൻഡ് ക്രൂസറുമായിട്ട് നമ്മളും ലാൻഡ് ക്രൂസറുമായിട്ട് പ്രത്യേകിച്ച് എന്തൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും എവിടെയുള്ള ലാൻഡ് ക്രൂസർ ആണെങ്കിലും നമുക്ക് ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ റിവേഴ്സ് ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും സ്റ്റോക്കിലേക്ക് ക്ലാസിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയെങ്കിലും ആൾക്കാർ തിരഞ്ഞു വരുന്നുണ്ട്. സോ വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വെഹിക്കിളുമായിട്ട് നമ്മൾ പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ ദിസ് ഇസ് ഷാഹിദ് റിസ, സിതി ഫറാത്ത് സൈനിങ് ഓഫ്.